നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 മാർച്ച് 10 ആരംഭിച്ചിരിക്കുകയാണ്. 19 മത്സരാർത്ഥികളാണ് ഇത്തവണ ആദ്യം തന്നെ വീട്ടിലെത്തിയത്. എല്ലാം മാറ്റിപ്പിടിച്ച ഒരു സീസൺ എന്ന് അവകാശപ്പെടുന്ന സീസണിൽ കാര്യങ്ങൾ രണ്ടാം ദിനം തന്നെ ചൂടുപിടിക്കുന്നു എന്നാണ് ഏഷ്യാനെറ്റ് രണ്ടാം ദിനത്തെ സംബന്ധിച്ച് പുറത്തുവിട്ട പ്രൊമോ സൂചിപ്പിക്കുന്നത്. എല്ലാവരും ഇതുവരെയുള്ള സീസണുകൾ കണ്ട് മനസ്സിലാക്കി സ്ട്രാറ്റജിക്കലായാണ് ഓരോ ചുവടും വെക്കുന്നത്. ഒന്നാം ദിവസം ആരംഭിച്ചത് തന്നെ ഒരു ഫിസിക്കൽ ടാസ്കോടെയാണ്. ആദ്യത്തെ ക്യാപ്റ്റൻസി മത്സരത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങളും ഉന്തും തള്ളും ഉണ്ടായി. പരസ്പരം വഴക്കുണ്ടാക്കാനും ക്യാമറ സ്പേസ് പിടിച്ചു പറ്റാനുമൊക്കെ പലരും ശ്രമിക്കുന്നുണ്ടെങ്കിലും അധികാരം ചിലർക്കായി കൊടുത്തത് മറ്റുള്ളവർക്കും വലിയ വെല്ലുവിളി ആയിരിക്കുകയാണ്. ഹൗസിന് പുറത്തൊരുക്കിയ ഒരു ചെളിക്കളത്തിൽ ഇട്ടിരിക്കുന്ന പന്തുകൾ കൈക്കലാക്കുക എന്നതായിരുന്നു മത്സരാർത്ഥികൾക്ക് മുന്നിലുള്ള ടാസ്ക്. കൂടുതൽ പന്തുകൾ കൈക്കലാക്കുന്നയാളായിരിക്കും വിജയ്. എന്നാൽ നിയമാവലിയിൽ മറ്റൊരു പ്രധാന കാര്യം കൂടി ഉണ്ടായിരുന്നു. സ്റ്റാർട്ട് സ്റ്റോപ്പ് ബസറിന് പകരം ട്രാഫിക് സിഗ്നലിന് സമാനമായ പച്ച, മഞ്ഞ, ചുവപ്പ് ലൈറ്റിംഗ് ആണ് ഉണ്ടായിരുന്നത്. ശബ്ദം ഉണ്ടായിരുന്നില്ലതാനും. കളി നിയമപ്രകാരം പച്ച കത്തുമ്പോൾ മത്സരാർത്ഥികൾ കളത്തിലേക്ക് പ്രവേശിക്കുകയും മഞ്ഞ കത്തുമ്പോൾ പുറത്തിറങ്ങുകയും വേണമായിരുന്നു. ചുവപ്പ് കത്തുമ്പോൾ കളത്തിൽ അവശേഷിക്കുന്നവർ പുറത്താവുമെന്നും ബിഗ് ബോസ് അറിയിച്ചിരുന്നു. ഇൻഡിവിജ്വൽ ടാസ്ക് എന്നോ ഗ്രൂപ്പ് ടാസ്ക് എന്നോ ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലാത്ത ടാസ്കിൽ പലരും ഗ്രൂപ്പായാണ് കളിച്ചത്. ഗ്രൂപ്പായി കളിക്കുന്നുവെന്ന് ഒരാൾ ചൂണ്ടിക്കാട്ടിയത് ആദ്യം തർക്കത്തിലേക്ക് നീണ്ടുപോയിരുന്നു. വിശദമായ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഇവയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു മത്സരാർത്ഥികൾ പ്രകടനം കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ അനുസരിക്കാത്ത മത്സരാർത്ഥികൾക്ക് കിടിലൻ ട്വിസ്റ്റിലൂടെ പണി കൊടുത്ത് ബിഗ് ബോസ് രംഗത്തെത്തി. അവസാനം അർജുനാണ് സീസൺ 6 ആദ്യത്തെ ക്യാപ്റ്റനായി ടാസ്കിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. ഈ ഫിസിക്കൽ ടാസ്കിനോടൊപ്പം ഒന്നാം ദിവസം തന്നെ ഈ സീസണിലെ ആദ്യത്തെ നോമിനേഷനും നടന്നു. 8 പേരാണ് നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചത്. ഇതിൽ 7 പേർ നോമിനേഷനിലൂടെയും ഒരാൾ നേരിട്ടുമാണ് നോമിനേഷനിലേക്ക് എത്തിയത്. പവർ റൂമിലുള്ളവർക്ക് കൂട്ടായ തീരുമാനത്തിലൂടെ ഒരാളെ നേരിട്ട് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരം ബിഗ് ബോസ് നൽകിയിരുന്നു. ഇതനുസരിച്ച് പവർ ടീം നോമിനേറ്റ് ചെയ്തത് അസി റോക്കിയെയാണ്. സീസണിലെ ആദ്യ ക്യാപ്റ്റൻസി ടാസ്കിനിടെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ റോക്കിയുടെ ഭാഗത്തു നിന്നുണ്ടായതും റോക്കിയെ തങ്ങൾ ഒരു ശക്തനായ മത്സരാർത്ഥിയായി കാണുന്നതും നോമിനേഷന് കാരണമായി എന്നാണ് പവർ ടീം അംഗങ്ങളായ ഗബ്രിയും നിഷാനയും പറഞ്ഞത്. ടാസ്കിൽ ഏറ്റവും കൂടുതൽ കലഹവും ഉന്തും തള്ളും ഉണ്ടായത് അസി റോക്കിയുടെ ഭാഗത്ത് നിന്നായിരുന്നു. സിജോയുമായി ചേർന്ന് റോക്കി ഫിസിക്കൽ ടാസ്ക് കളിക്കുന്നത് ജാസ്മിൻ ജാഫർ കണ്ടുപിടിച്ചത് മുതലാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ജാസ്മിൻ ഇത് ചോദ്യം ചെയ്തതോടെ ഇരുവരും തമ്മിൽ തർക്കമായി. പോടാ പോടി എന്നെല്ലാം ഇരുവരും പരസ്പരം വിളിക്കുന്നുണ്ടായിരുന്നു. തുടർന്നും റോക്കിയും സിജോയും ഒരുമിച്ചാണ് ടാസ്ക് കളിച്ചതെങ്കിലും താൻ ശേഖരിച്ച പന്തുകൾ ശ്രീരേഖ അർജുന് നൽകിയതോടെ അർജുൻ റോക്കിയെയും സിജോയെയും മറികടന്ന് ക്യാപ്റ്റൻ ആവുകയായിരുന്നു. ഇപ്പോൾ ജാസ്മിൻ അടക്കമുള്ള വീട്ടിലെ മറ്റംഗങ്ങളുടെ എതിരാളിയായി അസി റോക്കി മാറിക്കഴിഞ്ഞു. റോക്കിയെ കൂടാതെ മറ്റ് 7 പേരാണ് നോമിനേഷൻ പട്ടികയിൽ ഇടം പിടിച്ചത്. 3 വോട്ടുകളോടെ ശരണ്യ ആനന്ദ്, 5 വോട്ടുകളോടെ നോറ, 5 വോട്ടുകളോടെ സിജോ, 6 വോട്ടുകളോടെ അൻസിബ ഹസൻ, 6 വോട്ടുകളോടെ ജിൻഡോ, 6 വോട്ടുകളോടെ രതീഷ് കുമാർ, 6 വോട്ടുകളോടെ സുരേഷ് മേനോൻ എന്നിവരാണ് വോട്ടിംഗിലൂടെ ഈ സീസണിലെ ആദ്യ നോമിനേഷനിലേക്ക് എത്തിയ മറ്റുള്ളവർ. ഈ 8 പേർക്ക് കൂടി പ്രേക്ഷകർക്ക് ഇനിയുള്ള ഒരാഴ്ച വോട്ട് ചെയ്യാം. ഇതിൽ നിന്ന് ആരെങ്കിലും അടുത്ത വാരാന്ത്യത്തിൽ പുറത്തു പോയേക്കും. സാധാരണ നിലയിൽ ആദ്യ വാരം ബിഗ് ബോസ് ആരെയും പുറത്താക്കാറില്ല. ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗോടെ എത്തിയിരിക്കുന്ന 6ാം സീസണിൽ അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. ഒരാഴ്ചയെങ്കിലും സമയം ലഭിച്ചാൽ മാത്രമേ പ്രേക്ഷകർക്ക് കൃത്യമായ വിലയിരുത്തൽ നടത്തി പിന്തുണയ്ക്കാനാകൂ. കുറഞ്ഞ സമയത്തിനുള്ളിൽ എവിക്ഷൻ വന്നാൽ നന്നായി കളിക്കുമായിരുന്നവർ ചിലപ്പോൾ ആദ്യ ആഴ്ചയിൽ തന്നെ പുറത്താകും. ഇതിനോടകം ഹൗസിലെ മത്സരാർത്ഥികളുടെ എല്ലാം പേരിൽ ഫാൻ പേജുകൾ വരെ രൂപപ്പെട്ടു കഴിഞ്ഞു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.